ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. രോഗം വന്നാൽ ചികിത്സ അനിവാര്യമാണ്. ചികിത്സ സുന്നത്താണ്. പക്ഷെ നമ്മൾ അധിക ആളുകളും ഈ സൈഡ് എഫക്റ്റുള്ള മരുന്നുകളാണ് കഴിക്കാറ്. ഏതെങ്കിലും ആളുകൾ, ഫിസ്കുള്ള ആളുകൾ, കുഫറുള്ള ആളുകളൊക്കെ കണ്ടുപിടിച്ച മരുന്നുകളാണ് നമ്മൾ അധികം ഉപയോഗിക്കുക. എന്നാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളം മരുന്നുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് റസൂലുള്ളാഹി തങ്ങൾ അഭിപ്രായം പറയില്ലല്ലോ. ലാ യന്തിഖു അനിൽ ഹവാ, തോന്നിയ റസൂല പറയില്ല. അതൊക്കെ വഹി മുഖേന സംസാരിക്കുള്ളൂ. നല്ലൊരു മരുന്ന്, ഔഷധം, എല്ലാ രോഗത്തിനും പറ്റുന്ന ഔഷധമാണ്. നമുക്കൊക്കെ അറിയാം, ഒരു മുടക്കില്ല, കാശിൻ്റെ മുടക്കൊന്നുമില്ല. വുളൂഇൻ്റെ ബാക്കിയുള്ള വെള്ളം കുടിക്കുക. വശുർബുഹു മിൻ ഫളി വളൂഇഹി, വുളൂഇന് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ട വെള്ളം, ആ വെള്ളത്തിൽ നിന്ന് വുളു എടുത്തു കഴിഞ്ഞാൽ ഒന്ന് കുടിക്കൽ സുന്നത്താണ്. ഇവിടെ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് വുളുവിന് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ടതാവണം, കല്ലിബിരിക്ക് കിണ്ടി പോലെ. അപ്പൊ കടൽ വെള്ളം അതിൽ പെടൂലെന്ന് പറഞ്ഞവരുണ്ട്. ഖിലാഫല്ലി ജംഇ, ഓലെന്താ പറഞ്ഞത്? അത് കടൽ വെള്ളം ആയാലും പറ്റും. അപ്പം നമ്മളെ എയിന്ന് ഊർത്താലും ഇവിടുന്നാണെങ്കിലും നമ്മൾ ബാക്കി കുറച്ചൊന്ന് കുടിക്കുക. തെളിവെന്താ? ഖബരി ഇന്ന ഫീ ശിഫാഅൻ മിൻ കുല്ലി ദാ, ഇന്ന ഫീ, നിശ്ചയം ഈ ബാക്കി വെള്ളത്തിലുണ്ട്, ഈ കുടിക്കലിലുണ്ട്, ശിഫാഅൻ മിൻ കുല്ലി ദാ, എല്ലാ അസുഖത്തിനൊട്ടും ശിഫ ഉണ്ട്. ഹബീബ് അവിടുത്തെ ബറക്കത്തുള്ള നാവ് കൊണ്ട് പറഞ്ഞതല്ലേ. നല്ല വിശ്വാസത്തിൽ നമ്മളൊന്ന് കുടിച്ചു കഴിഞ്ഞാൽ ശിഫയും കിട്ടും. അല്ലാഹു തആല നല്ല ബോധം നമുക്ക് നൽകണ്ട. നല്ല ബോധം ഉണ്ടാവുമ്പോഴാണ് അത് പറ്റുള്ളൂ. അതിപ്പത്താ, അതൊരു സുന്നത്തല്ലേ എന്ന് തള്ളരുത്. ദുന്യാവിലും ഉപകാരമാണ്, ആഖിറത്തിലും ഉപകാരമാണ്. അല്ലാഹു തആല ഇങ്ങനത്തെ സുന്നത്തുകളൊക്കെ, ഫർളുകൾ ഒരു നിലക്കും ഒഴിവാക്കാൻ പാടില്ല. സുന്നത്തുകൾ വർദ്ധിപ്പിച്ച് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹ്.